എന്താണാവോ പ്രശ്നം? ഒരു സംശയം നിത്യയെക്കുറിച്ച. വേറൊന്നുമല്ല, അതൊരു കൊലപാതകമാണെന്നാണല്ലോ എല്ലാരും പറയുന്നത്. കൊന്നവനവളെ തങ്കച്ചിക്ക് അറിയാമല്ലോ. അറിയാം. അതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് തങ്കച്ചിക്ക് തോന്നുന്നുണ്ടോ? മനസ്സിലായില്ല. അല്ല, ഏതോ ഒരു ക്രിമിനല് പെട്ടെന്ന് അവളെ കണ്ടപ്പോ ആക്രമിച്ച് കൊന്നാണെന്ന് തങ്കച്ചി വിചാരിക്കുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. എന്റെ വിചാരം അവിടെ നിൽക്കട്ടെ. നിനക്കെന്താ തോന്നുന്നത്? അതറിയിക്കാനാണല്ലോ നീ എന്നെ വിളിച്ചു വരുത്തിയത്. എന്റെ ഒരു സംശയമാണ്. തെളിവൊന്നും ചോദിക്കരുത്. ചോദിച്ചാലും തരാൻ എൻ്റെ കയ്യിലില്ല. നീ പറയ്. നിത്യയ്ക്ക് വേറൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. ഒരു രഹസ്യ ബന്ധം, ഒരു രഹസ്യ കാമുകൻ. അവനാണെങ്കിലോ ഇതിൻ്റെയൊക്കെ പിന്നില്. അവനാണെങ്കിലോ അവളെ കൊന്നത്. അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തെളിവ് വേണ്ടേ ശരത്തെ? എന്നാലല്ലേ കേൾക്കുന്നവർക്ക് വിശ്വാസാവും. അവക്കാദ്യം എന്നെ ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കാനും തയ്യാറായിരുന്നു. പിന്നെ പിന്നെ അത് മാറി. അത് ദൈവിക കാരണമായിരുന്നെന്നാ ഞാൻ കരുതിയിരുന്നത്. അതങ്ങനെ അല്ലെങ്കിലോ? ഇവനാണെങ്കിലോ കാരണം. വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയാലും ആ വിവരം അപ്പം തന്നെ ദേവിക അറിയിക്കുന്നവളാ നിത്യ. ഇപ്രാവശ്യം മാത്രം അവൾ അങ്ങനെ ചെയ്തില്ല. ഒരു രഹസ്യയാത്ര. അതെന്തിനായിരുന്നു? അപ്പോ അങ്ങനെ ഒരാളുണ്ട്, ഒരു രഹസ്യ കാമുകൻ. രഹസ്യ കാമുകൻ, രഹസ്യയാത്ര, രണ്ടും തമ്മില് ബന്ധമില്ല തങ്കച്ചി. ബന്ധമുണ്ട്, പക്ഷെ ആരാണ് അയാള്? അതൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാളുണ്ടെങ്കിലേ ആ വിവരം അവൾ ദേവികയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ദേവിക എന്താ പുറത്താരോടും പറയാത്തത്? ആ ആള് ദേവികയുടെ ആളാണെങ്കിലോ അപ്പൊ അവള് പറയൂ. ഓ അങ്ങനെ. ഇപ്പൊ കറക്റ്റായി. അപ്പൊ വേറൊരുത്തനുണ്ട്. ഉണ്ട്. പോലീസ് അന്വേഷിക്കും. അപ്പോഴും ഇത് തന്നെ തെളിയണം. തെളിയട്ടെ. എന്നെ പലരും സംശയിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമല്ലോ. പാവം നിത്യ. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്നും അവള് ജീവിച്ചിരുന്നേനെ. അമ്മായി, നമുക്കൊന്ന് നിത്യയുടെ വീട് വരെ പോയാലോ? അത് വേണോ? നമ്മളിതുവരെ അവിടെ പോയില്ലല്ലോ. നിത്യയുടെ അച്ഛനെയും അമ്മയും ഒന്ന് കാണണ്ടേ? അവരെ ഒന്ന് ആശ്വസിപ്പിക്കെങ്കിലും വേണ്ടേ? അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണ്ടേ? ഇപ്പൊ ഏതായാലും വേണ്ട. നമ്മൾ ചെല്ലുന്നത് അവർക്കിഷ്ടം ഉണ്ടാവില്ല. വെറുതെ എന്തിനാ ഈ സമയത്ത് എന്ന് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് മാഷേട്ടൻ പറഞ്ഞല്ലേ? മാഷേട്ടൻ പറഞ്ഞത് ശരിയാവണമെന്ന് നിർബന്ധമുണ്ടോ? തെറ്റാവണമെന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞാൻ എന്തായാലും ഇല്ല. എനിക്ക് പോണമെന്നുണ്ട്. പോവാം. ഇപ്പോഴല്ല, ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയട്ടെ. അത് മതിയല്ലേ? അപ്പോഴേക്കും ഈ അവസ്ഥയായിട്ട് അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അതെ, ഇപ്പൊ ചെന്നാ അവരുടെ സങ്കടം നമ്മൾ കാണേണ്ടി വരും. വയസ്സായാ വരുന്നത്. എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല. ശരി, അമ്മായിയുടെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് തനിച്ച് നീ അങ്ങ് പോയി കളയരുത്. അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്യില്ലായിരിക്കും. എന്നാലും പുള്ളി തോന്നിയത് പറയണമല്ലോ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു. ആ, പക്ഷേ ഇനി ചെയ്യില്ല. ഞാൻ നന്നാവാൻ പോവുക അമ്മായി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അമ്മായിയെ അനുസരിക്കാൻ പോവുക. എങ്കിൽ നീ രക്ഷപ്പെടും. നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അത് മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം.
ഇന്നത്തെ കാലത്ത് ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയണ എത്ര ശരിയാ സാറേ? അല്ലെങ്കിൽ ആ കൊച്ചിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. ഏത് കൊച്ചിന്? നിത്യക്ക്. സാറേ, അവൾക്ക് ആരോ ആയിട്ട് അടുപ്പുണ്ടായിരുന്നു. അതൊക്കെ വെറുതെ പറയുന്നതാ സ്വാമി. ആ കുട്ടി ശരത്തിനെ കല്യാണം കഴിക്കാനിരിക്കായിരുന്നില്ലേ? കല്യാണ തീയതി വരെ നിശ്ചയിച്ചതല്ലേ? എന്നാണ് നമ്മളടക്കം എല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാ അതല്ല സാറേ സത്യം. അവൾക്ക് മറ്റൊരാളായിട്ട് പ്രേമുണ്ടായിരുന്നു. ആരുമായിട്ട്? അതറിയില്ല. അറിയില്ല. അപ്പൊ അറിയാത്ത കാര്യങ്ങളാണോ സ്വാമി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല സാറേ, ആളറിയില്ല എന്ന് വിചാരിച്ച് ഞാൻ പറയണത് സത്യമല്ല എന്നുണ്ടോ? കൃത്യമായിട്ടുള്ള വിവരം ഞാൻ പറയുന്നത്. ആ രഹസ്യ കാമുകനാണ് മരണത്തിന് പിന്നിലെന്ന് എല്ലാവരും പറയണം. പ്രേമിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും കൊല്ലുവോ സ്വാമി? എങ്കിൽ അത് പ്രേമമായിരിക്കില്ല, വേറെ വല്ല ബന്ധമായിരിക്കും. അതൊന്നും എനിക്ക് അറിയില്ല സാറേ. എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അതിന്റെ കാരണമല്ല കണ്ടുപിടിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്തോ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സ്വാമി. പൂച്ചയെ പോലെ നടത്തുന്നത് കുട്ടിയല്ലേ നിത്യ? ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റൂ? പൂച്ചകളല്ല സാറേ കല ഉടയ്ക്കാറ്. നിത്യൊരു മിണ്ടാ പൂച്ച. അതാണ് ആരും കാണാതെ ഒരുത്തനെ കയറി പ്രേമിച്ചത്. സ്വാമി, മരിച്ചുപോയവരെ പറ്റി കുറ്റം പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണേ എന്തെങ്കിലുമൊക്കെ പറയാൻ. ഞാൻ അറിഞ്ഞത് സാറിനോട് പറഞ്ഞു. കേട്ട വാർത്ത തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എനിക്കൊന്നുമില്ല സാറേ. തന്നെയല്ല, ഈ വാർത്ത ഞാനായിട്ടുണ്ടാക്കിയതല്ലോ. അതുകൊണ്ട് കുറ്റബോധം തോന്നേണ്ട ആവശ്യം എനിക്കില്ല. അന്വേഷണം നടക്കണ്ടല്ലോ, നടക്കട്ടെ. അപ്പൊ സത്യം പുറത്തു വരില്ലോ. അതെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ. അത് കഴിഞ്ഞാലേ ഈ മരണത്തെക്കുറിച്ച് നമുക്കെന്തെങ്കിലും പറയാൻ പറ്റും. അതുവരെ മൗനം വിദ്വാനുഭൂഷണം. ആ നിലപാട് വേണം നമ്മൾ എടുക്കാൻ. ശരി, സാറിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മിണ്ടില്ല പോരാ? മതി. അതാണ് സ്വാമി തനിക്ക് നല്ലത്. സ്വാമി വാ. മോളെ, ന്യൂസ് വല്ലതും ഉണ്ടോ? നിത്യയുടെ മരണത്തെക്കുറിച്ചാണോ? ഇല്ല പച്ചി. വാർത്ത വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവണ്ടേ? ഒരു ഡെവലപ്മെന്റ്